ഹായ് എവരിവൺ, വെൽക്കം ടു വിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മുടെ സീരീസിൻ്റെ സെക്കൻഡ് ഡേ ആണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നും നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു 25 സെൻറ്റൻസുകൾ നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്കൊരാവശ്യം വരികയാണ്, ഒരാളോട് സഹായം ചോദിക്കേണ്ടി വരികയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും അല്ലേ, താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് ചോദിക്കും അല്ലേ. താങ്കൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ? എങ്ങനെ ചോദിക്കുക? ക്യാ ആപ് മേരി മദത് കർ സക്തേ ഹേ? ക്യാ ആപ് മേരി മദത് കർ സക്തേ ഹേ? അല്ലെങ്കിൽ ആപ് മേരി മദത് കർ സക്തേ ഹേ ക്യാ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അല്ലേ, ക്യാ മുമ്പിൽ വെച്ചാലും കുഴപ്പമില്ല, പുറകിൽ വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന അവിടെ സക്താഹേ എന്നുള്ള വേർഡിൻ്റെ അർത്ഥമാണ് കഴിയുക. ഓക്കെ, അതുപോലെ മദത് എന്നുള്ള വാക്ക്, മദത് കർണ എന്ന് പറഞ്ഞാൽ സഹായിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. ക്യാ ആപ് മേരി മദത് കർ സക്തേ ഹേ? താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയില്ലേ, നിരസിക്കരുത് എന്ന് പറയത്തില്ലേ? നിരസിക്കരുത് എങ്ങനെയാ? മനാ മത് കർണ. മനാ കർണ എന്ന് പറഞ്ഞാൽ നിരസിക്കുക. അവിടെ മത്ത് എന്ന് പറയുന്നത് അരുത്. അപ്പോൾ മന മത് കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരസിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? നിരസിക്കരുത്, മന മത് കർണ. അതിലേ നമ്മൾ പറയല്ലേ, എനിക്ക് പ്രതീക്ഷയുണ്ട്, നിരസിക്കില്ല എന്ന്. വളരെ വിനയമായിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ് അല്ലേ. എനിക്ക് പ്രതീക്ഷയുണ്ട്, ഉമ്മീദ് ഹേക്കി, അല്ലെങ്കിൽ പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്ന എന്തെന്ന്? താങ്കൾ നിരസിക്കില്ല എന്ന്. ആപ് മന നഹി കരോഗെ. ഉമ്മീദ് ഹേക്കി ആപ് മന നഹി കരോഗെ. താങ്കൾ നിരസിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉമ്മീദ്, അവിടെ ഉമ്മീദ് എന്നുള്ള വേർഡ് പറയാനാണ് ഞാൻ ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞത് കേട്ടോ. ഉമ്മീദ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷ എന്ന് പറയുന്നതാണ്. ഓക്കെ, ഉമ്മീദ് ഹേക്കി ആപ് മന നഹി കരോഗെ. താങ്കൾ നിരസിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ആ സെൻറ്റൻസ്. ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ വ്യക്തി പറയാണ്, ചോദിക്കേ അല്ലെങ്കിൽ പറയൂ, എന്താ കാര്യം, എന്താ വേണ്ടേ എന്നൊക്കെ ചോദിക്കുക അല്ലേ. ഇതിലേതെങ്കിലും ചോദിക്കാം. ഇപ്പോൾ ചോദിക്കേ എന്ന് പറയുകയാണെങ്കിൽ പൂച്ചോനാ, പൂച്ചോ എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. പക്ഷെ അവിടെ ആ ഒരു നാ എന്ന് പറയുന്നത് ഒരു ഫ്ലോയാണ്, സംസാരത്തിൻ്റെ ഒരു ഫ്ലോയാണ്. പൂച്ചോനാ ക്യാ ബാത്തേ, എന്താ കാര്യം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പൂച്ചോനാ ക്യാ ചാഹിയേ, ചോദിക്കുന്നേ എന്താ വേണ്ടത്, ക്യാ ചാഹിയേ എന്ത് വേണം എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? പൂച്ചോനാ ക്യാ ചാഹിയേ. അപ്പോൾ നമ്മൾ കാര്യം പറയുന്നു. അപ്പോൾ ആൾ പറയാണ്, ടെൻഷൻ അടിക്കണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട, ചിന്ത മത് കറോ. ചിന്ത മത് കറോ എന്ന് പറഞ്ഞാൽ ഡോൺ വറി എന്ന് പറയുന്നതാണ്. ഓക്കെ, എല്ലാം നമുക്ക് ശരിയാക്കാം, എല്ലാം നമുക്ക് ശരിയാക്കാം എന്ന് മറുപടി പറയും അല്ലേ. അതെങ്ങനെയാണ് പറയാ? എല്ലാം നമുക്ക് ശരിയാക്കാം. സബ് ഹം ടീക്ക് കരേങ്കെ, അല്ലെങ്കിൽ സബ് കുച്ച് ഹം ടീക്ക് കരേങ്കെ. അവിടെ ശരിയാക്കാം എന്ന് പറയുന്ന കേട്ടോ, ടീക്ക് കർണ എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ പറയല്ലേ, എല്ലാം ശരിയാകും, വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. ചിന്ത മത് കരോ, സബ് കുച്ച് ടീക്ക് ഹോ ജായേഗ. ഈ സെൻറ്റൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ സമയത്ത് ഇതാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും രണ്ടൊക്കെ മാറ്റി മാറ്റി പറയുന്നത് കേട്ടോ. ഓക്കെ, എല്ലാം ശരിയാകും, സബ് കുച്ച് ടീക്ക് ഹോ ജായേഗ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ എന്താ പറയണ്ടേ? നമ്മളൊരാൾ സഹായിക്കാമെന്ന് പറയുമ്പോൾ എന്താ പറയുക? നന്ദി പറയണം അല്ലേ. താങ്ക് യു എന്ന് എങ്ങനെ ഹിന്ദിയിൽ പറയാം? വളരെ സിമ്പിൾ അല്ലേ. ധന്യവാദ്. ധന്യവാദ് എന്ന് പറഞ്ഞാൽ താങ്ക്സ്. ഓക്കെ, ഇനി ഇതുപോലെ തിരിച്ച് നമുക്കിപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ചോദിക്കാനാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് നല്ല വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും അല്ലേ, നിനക്ക് എന്തു പറ്റി, നിനക്ക് എന്തു പറ്റി എന്നിങ്ങനെ ചോദിക്കുക. തുമേ ക്യാ ഹുവാ, തുമേ ക്യാ ഹുവാ, നിനക്ക് എന്തു പറ്റി? 2 ദിവസമായിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ 2 ദിവസമായിട്ട് എന്തോ വിഷമമായിട്ട് തോന്നുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. മുഖത്തൊരു വിഷമം പോലെ ഫീൽ ചെയ്യുന്നു എന്ന് പറയത്തില്ലേ. അവിടെ എങ്ങനെയാണ് പറയണ്ടേ ഹിന്ദിയിൽ? ദോ ദിനോ സെ ഉദാസ് ലഗ് രഹേ ഹോ. ദോ ദിനോ സെ ഉദാസ് ലഗ് രഹേ. അവിടെ ഉദാസ് എന്ന് പറയുന്നത് സങ്കടം. നിൻ്റെ മുഖത്ത് 2 ദിവസമായിട്ട് സങ്കടമാണല്ലോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ. അതാണ് ദോ ദിനോ സെ, 2 ദിവസമായിട്ട്, ഉദാസ് ലഗ് രഹേ ഹോ, വിഷമമാണല്ലോ തോന്നുന്നത്, ഒരു വിഷമം ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയല്ലേ, എന്നോട് പറയുന്നേ, എന്നോട് പറയൂന്നേ. എങ്ങനെ പറയാം? മുജ്സെ കഹോന അല്ലെങ്കിൽ ബോലോന. ബോല എന്ന് പറയുന്നതും കഹ്ന എന്ന് പറയുന്നത് എന്താണ്? പറയുക എന്നാ. അപ്പോൾ പറയൂ, ഓ സൗണ്ടാണ് പറയണത്. അവിടെ കഹോ ബോലോ എന്നൊക്കെ പറഞ്ഞാൽ പറയൂ എന്ന് പറയുന്നതാണ്. ഓക്കെ, മുജ്സെ കഹോന, എന്നോട് പറയൂന്നേ. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്ലോ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ക്യാ ബാത്തേ, എന്താ കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ക്യാ ബാത്തേ, എന്താ കാര്യം, പറയൂ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം നമ്മളായാലും ആദ്യം തന്നെ എന്താ പറയുക, ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയും അല്ലേ. അങ്ങനെ എങ്ങനെയാ പറയാ, കുച്ച് നെയ് ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ സുഹൃത്ത് നിർബന്ധിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കാര്യം പറയല്ലേ, എടാ ഓഫീസിൽ കുറച്ച് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഓഫീസ് മേ ഏക് മുസീബത്ത് ഹേ, മുസീബത്ത് എന്ന് പറയുന്നത് പ്രോബ്ലം കേട്ടോ. ഓഫീസ് മേ ഏക് മുസീബത്ത് ഹേ, ഓഫീസിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്ന. അപ്പോൾ ആ പ്രശ്നം നമ്മൾ ചോദിക്കും അല്ലേ, നമ്മൾ ചോദിക്കും, പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ പരിഹരിക്കും, അതല്ലെങ്കിൽ നമ്മൾ സമാധാനിപ്പിക്കും. എങ്ങനെയൊക്കെ നമ്മൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും അല്ലേ. എന്നിട്ട് നമ്മൾ സുഹൃത്തിനോട് പറയും, സാരില്ല, എല്ലാം നമുക്ക് ശരിയാക്കാം എന്ന് പറയും. സാരമില്ല, ഇപ്പോൾ തന്നെ പറഞ്ഞു, എന്താണ്, കോയി ബാത്ത് നെയ്, എല്ലാം നമുക്ക് ശരിയാക്കാം. എങ്ങനെയാ, ഹം സബ് കുച്ച് ടീക്ക് കരേംഗെ, എല്ലാം നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്ന. ഇനി മറ്റൊരു സിറ്റുവേഷനിൽ നമ്മുടെ സുഹൃത്തിനോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുകയാണ്, നീ എന്നാ നാട്ടിൽ പോകുന്നേ? ചോദിച്ചിട്ടില്ലേ? എത്ര പേര് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്നാ നാട്ടിൽ പോകുന്നേ? എങ്ങനെ ചോദിക്കുക, തും കബ് ഗാവ് ജാവോഗെ. ഇവിടെ നമ്മൾ നാട്ടിൽ പോവാന്ന് പറയാം, അല്ലെങ്കിൽ നാട് എന്ന് പറയുന്നത് ഗാവ് എന്നാട്ടോ. ആക്ച്വലി ഗാവ് എന്ന് പറയുന്നത് ഗ്രാമമാണ്, പക്ഷെ നമ്മൾ നാട്ടിൽ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഗാവ് ജാരെ എന്നാ പറയാം. ഓക്കെ, തും കബ് ഗാവ് ജാവോഗെ, നീ എപ്പോഴാണ് നാട്ടിലോട്ട് പോകുന്നതെന്ന് ചോദിക്കുന്ന. അപ്പോൾ സുഹൃത്ത് പറയാണ്, അടുത്ത മാസം അവധി കിട്ടിയാൽ പോകണം. നമ്മളും പറയല്ലേ, അടുത്ത മാസം അവധി കിട്ടിയാൽ പോകണം. എങ്ങനെ പറയാം, അവധീനെ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ചുട്ടി. അഗലെ മഹീനെ, മഹീന എന്ന് പറഞ്ഞാൽ മാസം. അഗലെ മഹീനെ ചുട്ടി മിലിത്തോ, കിട്ടുകയാണെങ്കിൽ എന്ന് പറയുന്നതാണ്. ചുട്ടി മിലിത്തോ ജാനാഹെ, പോകണം. ഓക്കെ, അഗലെ മഹീനെ ചുട്ടി മിലിത്തോ ജാനാഹെ, അടുത്ത മാസം ചുട്ടി കിട്ടുകയാണെങ്കിൽ, അവധി കിട്ടുകയാണെങ്കിൽ പോകണം. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യൻ വരിക, എത്ര നാളത്തേക്കാണ് പോകുന്നത് അല്ലേ, എത്ര നാളത്തേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ എത്ര ദിവസത്തേക്കാണ് പോകുന്നത് എന്നെ ചോദിക്കുക. കിത്തനെ ദിൻ കെ ലിയേ ജാ രഹേ ഹോ, കിത്തനെ ദിൻ കെ ലിയേ ജാ രഹേ ഹോ, എത്ര ദിവസത്തേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്ന. അപ്പോൾ നമ്മൾ പറയാണ്, ഒരു മാസത്തേക്ക്, നമ്മളോ അല്ലെങ്കിൽ സുഹൃത്ത് ആരായാലും കേട്ടോ, ഒരു മാസത്തേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് പറയാ, ഏക് മഹീനയ്ക്ക് ലിയേ ജാനാ ഹെ, ഒരു മാസത്തേക്ക് പോകണം എന്ന് പറയുന്നതാ. ഏക് മഹീനയ്ക്ക് ലിയേ, അല്ലെങ്കിൽ ഏക് മഹീന ജാനാ ഹെ, ഇത്രയൊക്കെ പറഞ്ഞാൽ മതി, കട്ട് ഷോർട്ട് ചെയ്ത് കേട്ടോ. ഏക് മഹീനയ്ക്ക് ലിയേ അല്ലെങ്കിൽ ഏക് മഹീന ജാനാ ഹെ, ഒരു മാസം പോകണം എന്ന് പറയുന്ന. അപ്പോൾ നമ്മൾ പറയാണ്, എന്നാൽ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറയത്തില്ല. എന്നാൽ ശരി എന്താണ്, ടീക്കെ ഫിർ, എന്നാൽ ശരി എന്ന് പറയുന്ന കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക എന്ന് പറയത്തില്ല. കൊയ് ജറൂരത്ത് ഹേ തോ, അവിടെ ജറൂരത്ത് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം കേട്ടോ, അത്യാവശ്യമുണ്ടെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഹേ തോ കേട്ടോ, ഉണ്ടെങ്കിൽ. കൊയ് ജറൂരത്ത് ഹേ തോ മുझे കോൾ കർണ, എന്നെ വിളിക്കി. കോയി ജറൂരത്ത് ഹേ തോ മുझे കോൾ കർണ. എന്നിട്ട് പറയാണ്, ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലാണ്. എങ്ങനെ പറയാം, ആജ്മേത്തോടാ വ്യസ്തവും, ഇവിടെ ബിസി എന്നുള്ള വാക്കിന് വ്യസ്ത് എന്നാ പറയാം. ഓക്കെ, ആജ്മേത്തോടാ വ്യസ്തവും, ഈവനിങ് കാണാം, വൈകുന്നേരം കാണാം എന്ന് പറയുമ്പോൾ ശ്യാംകോ മിലേങ്കെ എന്നാട്ടോ പറയാം. ശ്യാംകോ മിലേങ്കെ, വൈകുന്നേരം കാണാം. അതും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആരുടെയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോകുമ്പോൾ എന്താ പറയുക, എന്നാൽ ശരി, വീണ്ടും കാണാം എന്ന് പറയും അല്ലേ. അവിടെ വീണ്ടും കാണാമെന്നാണെങ്കിൽ ഫിർ മിലേങ്കെ, ടീക്കെ ഫിർ മിലേങ്കെ. അതല്ല പിന്നെ കാണാമെന്നാണെങ്കിലോ ബാദ്മേ മിലേങ്കെ, ടീക്കെ ബാദ്മേ മിലേങ്കെ. ഈ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. ടീക്കെ ഫിർ മിലേങ്കെ, എന്നാൽ ശരി വീണ്ടും കാണാം. ടീക്കെ ബാദ്മേ മിലേങ്കെ, എന്നാൽ ശരി പിന്നീട് കാണാം. ടീക്കെ ശ്യാംകോ മിലേങ്കെ, എന്നാൽ ശരി വൈകുന്നേരം കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി കേട്ടോ. ഒരു 25 സെൻറ്റൻസ് ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ സെൻറ്റൻസുകളാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു 30 days ക്ലാസ് റണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 റുപ്പീസിൻ്റെ സിൽവർ ഓപ്ഷൻ ആട്ടോ ചൂസ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എല്ലാ ദിവസവും മെമ്പേഴ്സ് കയറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എത്തുമ്പോഴാണ് കുറേ പേര് അറിയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. കൂടാതെ തന്നെ അതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.